അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പുസ്തകങ്ങൾ അശാന്തിയുടെ വേനൽയാമങ്ങൾ എന്ന ആ പുസ്തകം അത് ഞാനൊക്കെ വിറ്റ് നടന്നിട്ടുണ്ട് ഫാറൂഖ് കോളേജിൽ. കുറെ ചെറിയൊരു പുസ്തകമാണ്. അപ്പൊ അതിനകത്ത് തന്നെയാണ് തോന്നുന്നത് ഒരു കവിത, കർത്താവിന്റെ മണവാട്ടിമാരാകേണ്ട കന്യകകളുടെ ഉണ്ണികൾ ഓടകളിൽ നിലവിളിക്കുന്നു എന്ന് പറയുന്ന വരികളൊക്കെയുള്ള കവിതകൾ. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ച സുധാകരൻ സർ പറഞ്ഞതുപോലെ വളരെ കൗതുകകരമായിട്ടുള്ള വരികളായിരുന്നു. നമ്മൾ വളരെ പരമ്പരാഗതമായ രീതിയിൽ കവിതയൊക്കെ പഠിച്ച്, വളരെ വൃത്തനിബദ്ധമായ കവിതയെല്ലാം പഠിച്ച്, പ്രാസവും ചമൽക്കാരവും ഒക്കെ ഒപ്പിച്ച് കവിതയെ സംബന്ധിച്ച് വലിയ നിർവചനങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കി അതനുസരിച്ച് പഠിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതിയ കവിതയുടെ ഉച്ചസ്ഥായിയിലുള്ള ഒരുപാട് അലകൾ ക്യാമ്പസുകളിൽ നിന്ന് ഇങ്ങനെ ഉയരുന്നത്. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോഴില്ലാത്ത അറക്കൽ അബ്ദുൽ ഗഫൂർ എന്ന മറ്റൊരു കവി, അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ വേറെ പല ഡയമെൻഷനിലുള്ള കവിതകൾ. പിന്നീട് KN മാഷയുടെ ക്ലാസ് റൂമുകളിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന കവികൾ, സച്ചിദാനന്ദനെ പോലെ, KGS പോലെ ഉള്ള കവികൾ, അതിന്റെ ഒരു പ്രചോദനത്തിൽ ഞങ്ങൾ ലൈബ്രറികളിൽ നിന്ന് വായിക്കുന്ന അയ്യപ്പനെ പോലുള്ള കവികൾ. അപ്പൊ അങ്ങനെ ആകെ മൊത്തം കവിതയുടെ അന്തരീക്ഷം ഒന്നാകെ മാറിക്കൊണ്ടിരിക്കുന്ന, സാഹിത്യത്തെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന, പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഒരു പുതിയ അനുഭവ മണ്ഡലത്തിന് അടിസ്ഥാനമിട്ട ആളുകളിൽ പ്രധാനിയാണ് മാത്യു സരീഖ്. അതുപോലെ തന്നെ അക്കാലത്ത് ഫറൂഖ് കോളേജിൽ ഒരു വലിയ പ്രസംഗ മത്സരം നടക്കാറുണ്ട്. അബുസബാഹ് സ്മാരക പ്രസംഗ മത്സരം എന്നാണ് അതിന്റെ പേര്, ഡിബേറ്റ്. അപ്പൊ അതില് ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗം കേൾക്കുന്നത് മാത്യുവിന്റെ ഒരു പ്രസംഗമുണ്ട്. അന്ന് ഡിബേറ്റിന്റെ വിഷയം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അന്ന് സംസാരിച്ച് തുടങ്ങുന്നത് സ്വന്തം പച്ചമാംസം തിന്ന് ഒരു നേരത്തെ വിശപ്പടക്കുന്ന ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്ന്, സ്വന്തം കുഞ്ഞിനെ വിറ്റ് ഒരു നേരത്തെ വിശപ്പടക്കുന്ന ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നു എന്ന ആമുഖത്തോടു കൂടിയാണ് മാത്യു എന്ന പ്രസംഗം ആരംഭിച്ചത്. അപ്പൊ ഒരു പ്രസംഗം, ഞാനൊരു പ്രസംഗം കേൾക്കുന്നത് അതിനു മുമ്പ് ബഹുമാന്യപ്പെട്ട അധ്യക്ഷൻ, മറ്റ് പ്രമുഖ വ്യക്തികളെ, സദസ്യരെ എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു പ്രസംഗ പാറ്റേൺ അപ്പാടെ ബ്രേക്ക് ചെയ്യുകയും ഒരു വലിയ ദേശീയ സാർവദേശീയ സാഹചര്യത്തിനെ ആമുഖമാക്കി ഏത് വിഷയത്തിലേക്കും കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരം പ്രസംഗ രീതി അക്കാലത്ത് എന്നെ സംബന്ധിച്ച്, ഞങ്ങൾ ആ ഒരു തലമുറയിൽ വന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വളരെ അപരിചിതമായ ഒരു രീതിയാണ്. ഇന്നും ഒരുപക്ഷെ മാത്യു പിന്തുടരുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ, സർഗാത്മക വിനിമയത്തിന്റെ, രാഷ്ട്രീയ പ്രയോഗത്തിന്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ അത് ചൂണ്ടിക്കാണിച്ചു. ഒരു വലിയ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പരിതോവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ പരിശോധിക്കുക, അതിനെ ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ, ഏറ്റവും നൈസർഗികമായ രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുക, അതിനെ മാനവികമായ എല്ലാവിധ മൂല്യങ്ങളുടെ ചേരുവകളും ചേർത്ത് പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും ലളിതമായ ഭാഷയിൽ അകൃത്രിമമായി അതിനെ അവതരിപ്പിക്കുക. ഈ ഒരു രീതിയാണ് മാത്യു അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലായ്പ്പോഴും ആ കലാരൂപത്തിന്റെ വ്യവസ്ഥകളെ, അതിന്റെ അച്ചട്ടായ ലിഖിത രൂപങ്ങളെ അപ്പടി പിന്തുടർന്നു കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അതേസമയം അത് തന്റെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു പ്രകടനമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ കവിതകളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇത് ഒരുപക്ഷെ കവിതകൾ എന്ന് പറയുന്ന ഒരു ജോണറിനകത്ത് തന്നെ നിൽക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. അപ്പൊ മറ്റൊരു സംബന്ധിച്ച് അതൊരു
കവിതകൾ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ എഴുതേണ്ട ഒന്നാണ്. അപ്പോൾ പലസ്തീനിൽ നിന്ന് വരുന്ന കവിതകൾ തന്നെയാണ് ഇപ്പോൾ അതിന് നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് വരുന്ന ഏറ്റവും മികച്ച കവിത എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളുമാണ്, അലമുറകളാണ്, നിലവിളികളാണ്, ഉള്ളിൽ തട്ടുന്ന വേദനകളാണ്. ഇതൊക്കെ കവിതകളാണ്, ആർത്തനാദങ്ങൾക്ക്. അത് പണ്ടുകാലത്ത് കവികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സച്ചിമാഷ പോലുള്ള കവികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ കവിതയുടെ വൃത്തം ഓടയിൽ പിറന്നു വീണ കുഞ്ഞിന്റെ കരച്ചിലിന്റെ വൃത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആധുനിക കവികൾ ഈ ഒരു കാവ്യ രീതിയെ, കവിതയിൽ നിലനിന്നിരുന്ന സ്ത്രീത്വ ബോധത്തെയൊക്കെ കൃത്യമായിട്ട് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. എല്ലാ ചിട്ടവട്ടങ്ങളെയും ലംഘിച്ച് പുതിയ കാവ്യ രീതികൾ ഉണ്ടായി വരും. അപ്പം ആ രീതിയിലാണ് ഇന്നും കവിത മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഒരു നിലവിളികൾക്ക് ഉള്ള ഭാഷ, നിലവിളി ഏറ്റവും കീറിപ്പറിക്കുന്ന, ഹൃദയത്തെ കീറിപ്പറിക്കുന്ന നിലവിളികൾക്ക് ഭാഷ ഉണ്ടാക്കാൻ ആവുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു കവി അയാളോട് തന്നെ ചോദിച്ചത്. എല്ലാ സത്യങ്ങളും നിശ്ചലമായി മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മായ്ക്കാനാവാത്ത ഒരു തിണർപ്പായിട്ട് സത്യത്തെ അടയാളപ്പെടുത്താനാവും. മനുഷ്യന്റെ വളരെ നൈസർഗികമായ ബുദ്ധി, ഭാവനാശേഷി, ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇന്റലിജൻസ് എന്ന്. അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ഭാവനയെ കവച്ചു വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഥയും കവിതയും ഒക്കെ എഴുതുന്ന ഒരു കാലത്ത് അതിനെ മറികടക്കും വിധത്തിലുള്ള ഒരു ഭാവന എന്ന് പറയുന്നത് നടപ്പു ജീവിതത്തിൽ നേർക്കുനേർ നമ്മൾ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യമല്ലാതെ മറ്റെന്താണ്? അപ്പൊ ആ യാഥാർത്ഥ്യത്തെ അതേപോലെ തന്നെ വരഞ്ഞിടാനുള്ള ഭാഷയും ഭാവുകത്വവും സ്വന്തമാക്കാൻ കഴിയും തുടങ്ങിയ വെല്ലുവിളികളാണ് പുതിയ കാലത്ത് ഒരു കവി അഭിമുഖീകരിച്ചത്. തീർച്ചയായും ആ ഒരു വെല്ലുവിളിയെ സ്വന്തം ജീവിതത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റെടുത്ത് അതിന് തൻ്റെതായ രീതിയിൽ മറുപടി നൽകുന്ന ഒരു രീതിയാണ് മാത്യു പിന്തുടരുന്നത്. അതിൽ സുഹൃത്തുക്കളായ ആളുകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുടെ വിവരണങ്ങളുണ്ട്. അതില് അദ്ദേഹം ചെന്ന് പറ്റുന്ന അപരിചിതമായ ഇടങ്ങളിൽ പെരുമാറിയതിന്റെ അടയാളങ്ങളുണ്ട്. ആ പ്രദേശത്തിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള പറച്ചിലുകളുണ്ട്, രേഖപ്പെടുത്തലുകളുണ്ട്. അതുപോലെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ പറ്റിയിട്ടുള്ള വിവരണങ്ങളുണ്ട്. സമര വിവരണങ്ങൾ തന്നെയാണത് അക്ഷരാർത്ഥത്തിൽ. അതുപോലെ സമര നേതാക്കളുണ്ട്. തന്നിൽ നിന്ന് പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെ കുറിച്ച്, സഖാക്കളെ കുറിച്ചിട്ടുള്ള കുറിപ്പുകളുണ്ട്. അങ്ങനെ പലതരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മയുടെ, വൈവിധ്യം നിറഞ്ഞ ഓർമ്മയുടെ വ്യത്യസ്തമായ ഒരു കളക്ഷൻ എന്നാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു പുസ്തകം വായിച്ചു എനിക്ക് തോന്നി. ഓർമ്മകളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഓർമ്മകളിൽ മായ്ച്ചു കളയാൻ വേണ്ടി ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഓർമ്മകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറയാം. ആ ഒരു പ്രവർത്തനം മറ്റൊരു രീതിയിൽ ചെയ്ത ഒരു പുസ്തകം കൂടിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് മാത്യുവിന്റെ പുസ്തകം. എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഞാൻ സാക്ഷിയായിട്ടുള്ളത്. മാത്യു സുരേഖിന്റെ ഒരു കവിതാ പുസ്തകം KN മാഷിൽ നിന്ന് ഏറ്റുവാങ്ങുക, UCA ജലീലിനെ പോലുള്ള ആളുകൾ, ഫാറൂഖ് സാർ അദ്ദേഹത്തെ പോലുള്ള ഒക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് പോലുള്ള ഇവരൊക്കെ എൻ്റെ ആ ഒരു കാലത്ത്, നമ്മൾ കവിത എന്നൊക്കെ കേട്ടിട്ടുള്ള കുട്ടിക്കാലം എന്നൊക്കെ പറയാവുന്ന ഒരു കാലത്ത് നമ്മുടെ കവിതയിലേക്കും എഴുത്തിലേക്കും മറ്റൊരു ലോകത്തിലേക്കും ഒക്കെ പ്രചോദിപ്പിച്ച, നമ്മളിങ്ങനെ അകലെ നിന്നുകൊണ്ട് വലിയ രീതിയിൽ കണ്ട, സ്വപ്നം പോലെ കണ്ട മനുഷ്യരൊക്കെ ആയിട്ടുള്ള അവരുടെ ഒരു പുസ്തകത്തിൽ, അങ്ങനെയുള്ള ആളുടെ ഒരു പുസ്തകം, അങ്ങനെയുള്ള ആളിന്റെ സാന്നിധ്യത്തിൽ, അങ്ങനെയുള്ള ഒരാളിൽ ഗുരുവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ച
അതിൻ്റെ ഒരു ആനന്ദം കൂടി പങ്കിട്ടുകൊണ്ട് ഞാൻ മാത്യുവിൻ്റെ ഒരു കവിത ഈ സമാഹാരത്തിലുള്ള ആത്മാഭിമാനം എന്ന ഒരു കവിത ചൊല്ലി നടത്താം. ആഗസ്റ്റിലെ രണ്ടാം ശനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. തത്തകൾ എന്തുകൊണ്ടോ ഇന്ന് വൈകിയാണ് പറന്നുപോയത്. ചെറുകിളികൾ പാട്ടുപാടി നേരം വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സാമ്രാജ്യത്വം തീരുവ കൂട്ടിയും യുദ്ധം വിതച്ചും ആയുധങ്ങൾ വിറ്റുതീർത്തും അട്ടഹസിക്കുകയും സമാധാന സമാനം നേടാൻ കച്ചമുറുക്കുകയും ആക്രാന്തം അധികരിച്ച് കോമാളിയാകുകയും ചെയ്യുമ്പോൾ കുയിലുകൾ ശോകഗാനം ആലപിച്ചു തുടങ്ങി. ലാഭം മാത്രം നോക്കിയാൽ മുഖം തെളിയില്ലെന്ന് കവി ഉച്ചത്തിൽ ചൊല്ലുന്നു. അതവന്റെ അവസാന ശബ്ദമെന്നത് ആദ്യം പറഞ്ഞത് തങ്ങളെന്ന് ചാനൽ പറയവേ വാർത്തയും വാക്കുകളും ജീവൻ വെടിയും.